അപ്പോൾ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ FC ആയിരുന്നു കളി. പിന്നെ നമ്മൾ ഫോർമേഷൻ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 4-3-3 എന്ന ഫോർമേഷനും ചെന്നൈയിൻ FCക്ക് 3-4-1-2 എന്ന ഫോർമേഷനുമായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് 11: ഗോൾ കീപ്പർ അർഷ്, ലെഫ്റ്റ് ബാക്ക് നവോച്ച, സെൻറ്റർ ബാക്ക് ബികാഷ് യുവ്നം, മാറ്റിയസ് ഹെർണാണ്ടസ്, റൈറ്റ് ബാക്ക് ഐബാൻ ഡോഹ്ലിൻ, സെൻറ്റർ മിഡ് വിപിൻ മോഹനൻ, കെവിൻ യോക്ക്, ഹോർമി പാം, ലെഫ്റ്റ് വിംഗ് നിഹാൽ സുധീഷ്, റൈറ്റ് വിംഗ് മുഹമ്മദ് അജ്സൽ ആൻഡ് സ്ട്രൈക്കർ വിക്ടർ ബെർത്തുമോ. ചെന്നൈയുടെ സ്റ്റാർട്ടിംഗ് 11: ഗോൾ കീപ്പർ നവാസ്, സെൻറ്റർ ബാക്ക് പ്രീതം കോട്ടാൽ, ബെമെമർ, എൽസിഞ്ഞോ, ലെഫ്റ്റ് മിഡ് മന്ദാർ, സെൻറ്റർ മിഡ് ഫാറൂഖ് നൊഗ്വേറ, റൈറ്റ് മിഡ് ദിൻലിയാന, CAM മെഹസൺ ആൻഡ് സെൻറ്റർ ഫോർവേഡ് ഇനിഗോ ആൻഡ് ഇമ്രാൻ. കളിയുടെ 18 മിനിറ്റ് വരെ ചെന്നൈയിൻ FC തന്നെയായിരുന്നു ബോളൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത്. അവർ തന്നെ കുറേ ഷോട്ടൊക്കെ എടുത്ത് പിന്നെ 19-ാം മിനിറ്റ് തൊട്ടിട്ട് ഫുള്ള് കേരള ബ്ലാസ്റ്റേഴ്സ് ഷോട്ട് എടുത്തിരുന്നു. പിന്നെ അൺലക്കി ആയതുകൊണ്ട് തന്നെ ഗോൾ അടിക്കാനൊന്നും പറ്റിയില്ല. അതും നല്ല ഈസി ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ബട്ട് അതൊന്നും ഗോൾ കണ്ടെത്താൻ പറ്റിയില്ല. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നന്നായിട്ട് തന്നെ കളിച്ചിരുന്നു, പക്ഷേ എന്താണെന്നറിയില്ല, ജയിക്കാൻ പറ്റണില്ല. 40-ാം മിനിറ്റ് ചെന്നൈയിൻ FC ഒരു ഗോൾ അടിച്ചു, പക്ഷെ അത് ഓഫ് സൈഡ് ആയതുകൊണ്ട് തന്നെ കൊടുത്തില്ല. രക്ഷപ്പെട്ട് പറഞ്ഞിരിക്കുമ്പോൾ അത്ര 41-ാം മിനിറ്റ് തന്നെ ചെന്നൈയിന് ഒരു വേറെ അടിപൊളി ഗോൾ അടിച്ചു, ദൂരത്ത് തന്നെ പെനാൾട്ടി ബോക്സിൻ്റെ പുറത്ത് തന്നെ. ഇമ്രാൻ ഖാൻ ആയിരുന്നു ആ ഗോൾ അടിച്ചിരുന്നത്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കുറേ ഷോട്ടൊക്കെ എടുത്തു. പിന്നെ ഡേവിഡ് കറ്റാലൊക്കെ നല്ല ദേഷ്യം പിടിക്കുന്നുണ്ടായിരുന്നു, കുറേ ഷോട്ട് എടുത്തു, ഒന്നും ഗോളം ഉണ്ടായിരുന്നില്ല. അജ്സൽ അടിച്ചു, പിന്നെ നിഹാൽ സുധീഷ് അടിച്ചു, വിക്ടർ ബെർത്തുമോക്ക് 2 ഡബിൾ ചാൻസ് കിട്ടി, പക്ഷെ അതുപോലും ഗോളാക്കാൻ പറ്റിയില്ല. അൺലക്കിയാണ്, അത് നല്ല കറക്റ്റായിട്ട് തന്നെ അടിച്ചിരുന്നു, പക്ഷെ അത് ഗോളായില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നും നന്നായിട്ട് തന്നെ കളിച്ചിരുന്നു കേട്ടോ, മോശം കളിയൊന്നും ആയിരുന്നില്ല. ആൻഡ് കളിയുടെ സ്കോർ 1-0 ആയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് 9 ഷോട്ടും ചെന്നൈയിൻ FC 3 ഷോട്ടുമായിരുന്നു അടിച്ചിരുന്നത്, എന്നിട്ടും ഗോളാക്കാൻ പറ്റിയില്ല. ആൻഡ് ഈ കളിക്ക് അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് 12-ാം സ്ഥാനത്തും ചെന്നൈയിൻ FC 8-ാം സ്ഥാനത്തും ആയിരിക്കണം.